കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു ഗെയിമിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാണ്. ഈ ഗെയിം നിങ്ങൾ കെയർഫുൾ ആയിട്ട് കളിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങള് ലേഡീസ് ഷോ അല്ലേ? ലേഡീസ് ഷോ അല്ലേ? ഗെയിംസ് ഒക്കെ പക്ഷെ നമ്മള് അതായത് സ്ത്രീക്ക് പിന്നിൽ ഒരു ശക്തിയായിട്ട് നമ്മള് സങ്കല്പിക്കുന്നത് ഒരു പുരുഷനെയാണ്. അപ്പൊ ഈ കളിയിൽ നമ്മളൊരു പുരുഷന്റെ സഹായം ആ സ്ത്രീക്ക് ആവശ്യമാണ്. പക്ഷെ എന്നാൽ പോലും സ്ത്രീയുടെ ശക്തിയാണ് അല്ലെങ്കിൽ വിജയിക്കണം എന്നുള്ളത് കൊണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടാണ് സ്ത്രീ കളിക്കുന്നത്, പുരുഷൻ ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുന്നു. നിങ്ങൾ തമ്മിൽ കോമ്പറ്റീഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് കളിച്ച് ജയിക്കണം. ബി കെയർഫുൾ. ഓക്കെ, റെഡി? ഓക്കെ, സോ റെഡ് കാർപ്പറ്റിന്റെ അടിപൊളി ഗെയിം സെക്ഷനിലേക്ക് ഇവർ രണ്ടുപേരും ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ ദംഷാർട്സ് എന്ന് പറഞ്ഞ സിമ്പിളാണ്. നമ്മൾ കുഞ്ഞിലേ മുതൽ കളിക്കുന്ന ഒരു ഗെയിമാണ്. സിനിമാ പേരുകൾ അഭിനയിച്ച് കാണിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിനയ പ്രകടനവും നിങ്ങളുടെ ബുദ്ധിയും ഒരു എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗെയിമാണ്. ആദ്യം നമ്മൾ രമ്യ ഒരു ബോർഡ് എടുക്കുന്നു. ചേട്ടൻ അത് അഭിനയിച്ചിട്ട് എന്താണെന്ന് രമ്യക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ, അപ്പൊ ജയിച്ചാൽ സമ്മാനം, തോറ്റു ഇതോടെ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ വീട്ടിൽ ഏറ്റവും കൂടുതൽ അഭിനയിക്കണമെന്ന് ഇത് കണ്ടാൽ മനസ്സിലാവല്ലോ. അത് മതി. എന്തായാലും അഭിനയം എത്രത്തോളം ഉണ്ടെന്ന് ഇവിടെയും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. അത്രേ ഉള്ളൂ. അപ്പൊ ആദ്യം രമ്യ തന്നെ ബോർഡ് എടുക്കട്ടെ. ഓക്കെ, റെഡി? 1 2 3 ആൻഡ് മ്യൂസിക്. എത്ര വാക്കാ? ഒരു വലാലേട്ടന്റെ സിനിമയാണ്. 6 അക്ഷരങ്ങളുണ്ട്. 6 വാക്കുണ്ടോ? 6 വേർഡ്സ് ഉണ്ടോ? 6 വാക്കുകളുണ്ട്. യെസ്, 6 വാക്കുകളുള്ള ഒരു സിനിമ. 6 നമ്പർ. അടിപൊളി, 6 നമ്പുരാൻ. ഇനി അടുത്തത്. അതെ, കുങ്കുമമിട്ട കവിൾത്തലമോടെ. അത് ഞങ്ങൾ സിമ്പിൾ ആയതുകൊണ്ടാ. വി ആർ സിമ്പിൾ പീപ്പിൾസ്. അതെ. അടുത്തത് തീവണ്ടി. ട്രെയിനിലെ കഥയാണ്. ട്രെയിൻ പോകുന്ന ശബ്ദം, തീവണ്ടിയുടെ ശബ്ദം കേൾക്കണ്ടോ? ശബ്ദം എങ്ങനെയാന്നോ? എങ്ങനെ? കുക്കു കുക്കു തീവണ്ടി. എന്ത് വിധി ഇത്? ഒറ്റ വാക്കാണോ? സിനിമയ്ക്ക് ഒറ്റ വേർഡാണോ? 2 വാക്കുണ്ട്. ആരാ അഭിനയിക്കുന്നത്? പുതിയ ആൾക്കാരാണോ? ഞാൻ പഴയ ആൾക്കാരാണോ? മമ്മൂക്കയാണോ? പിന്നെ ആരാ? കൊറേ പഴയതാണോ? അല്ല, ലാലേട്ടൻ മമ്മൂക്കയുടെ ഇതിൽ തന്നെ. അല്ല, ഈ ഒരു ഇതിലുള്ളതാ. ഇങ്ങനെ ആക്ട് ചെയ്ത് കാണിച്ചൂടെ? അമിതാഭ് ബച്ചൻ, ജയറാം. ഓക്കെ, ജയറാമേട്ടന്റെ മൂവിയാ. ഓക്കെ, സമയം കഴിയാറായി. പെട്ടെന്നാട്ടെ. തീവണ്ടിയില് മറ്റേ മഞ്ജു ചേച്ചിയുള്ള. അതെ, മഞ്ജു ചേച്ചി. എവിടെ നോക്കി പാടുന്നുണ്ടോ? അവിടെ നിന്നിട്ട് സമയം കഴിയാറായി. തീവണ്ടി നിൽക്കുന്നു. 5 സെക്കൻഡ് കൂടി ഉള്ളൂ. തീവണ്ടിയിൽ നിന്നിട്ട് ഇതുള്ളത് അത് മഞ്ജു ചേച്ചിയുടെ മൂവി അല്ലേ? അല്ലേ? വേറെ എന്തെങ്കിലും പറ സിനിമയിലുള്ളത്. ഓക്കേ, ടൈം ഔട്ട്. നോക്കട്ടെ. യെസ്, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. അനൗൺസ്മെന്റ് ഞാൻ കാണിച്ചു. അതായത് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ഇനി അടുത്തത് ഞാനല്ലേ? 2 വാക്ക്. മമ്മൂട്ടി, മമ്മൂക്ക. ഞാൻ അതിനെ അഭിനയിച്ച് കാണിക്കും. ആദ്യത്തെ, രണ്ടാമത്തെ ഈട അറിയണങ്ങളുടെ മനസ്സിലായോ? അടുത്തതും കൂടി എനിക്ക് സിനിമ പേരുകളെ കുറിച്ച് എനിക്ക് നല്ല വിവരമുള്ളത് കൊണ്ട് കുറച്ച് കരുണ കാണിക്കണം മോളെ കേട്ടോ. അല്ല, ഇത് പറയാൻ പറ്റും. ഒരു കോമിക് ആയിട്ട് ഇതിനെ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റും. എത്ര വാക്കാ? ഒറ്റ വാക്കേ ഉള്ളൂ. ലാലേട്ടന്റെ ആണ്. പഴയതാണോ പുതിയതാണോ? കറുപ്പോ? കറുപ്പിന്റെ വേറെ ഇത് പറയണോ? കള്ളുകൂടിയാ? വെള്ളോ? കറുത്തും തേന്മാവിൻ കുമ്പത്തോ? ലാലേട്ടന്റെ ഒരു എന്താ ഷൂ നക്കുന്നേ കാലപ്പനി. അടിപൊളി. അങ്ങനെ പോരട്ടെ, ഷൂ നക്കുന്ന ആ സംഭവങ്ങളൊക്കെ പോരട്ടെ. ഇതൊക്കെ എനിക്ക് കിട്ടേണ്ട പോയിന്റാ. അങ്ങനല്ല. ടീച്ചർ അടുത്തത് ഏതാണോ? ഇനി ഒരെണ്ണം ലീഡ് ചെയ്തൊന്നും മാത്രമല്ല, ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. ഇത് ഞാൻ പറയണം. 2 സിനിമ. അതെങ്ങനെയാ? രണ്ടാമത്തെ കറുത്ത പൂത്തിരിയ കളറാ. ആദ്യത്തെ ആരുടെ പടം?
മമ്മൂട്ടിയുടെ പടം. പിന്നെ ആരെയാ? സുരേഷ് ഗോപിയുടെ പടം. ആ ആ, ആം, ആ ആദ്യത്തെ വാക്ക് എന്ത്? ആ അതാണ് സിന്ദൂരരേഖയോ? ഏ നാണോ? അയ്യോ പ്രേമോ? അയ്യോ പ്രണയവർണ്ണങ്ങളോ? അപ്പൊ ശരിക്ക്. എനിക്ക് സിനിമയുടെ പേരുകളൊക്കെ അറിയാം. ഈ ഭൂതനയ്ക്ക് അതൊന്നും അറിയാൻ പാടില്ല. എനിക്കിത് പറ്റില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. കളിയിൽ തോറ്റാൽ എന്താ പവയ്ക്ക ജ്യൂസ് കൊടുക്കോ? എന്തെങ്കിലുമൊക്കെ ഇക്ഷ എണ്ണ ഇറ പഠിപ്പിക്കോ? എന്തായാലും ഈ റെഡ് കാർപ്പറ്റിന്റെ ഈ വേദിയിൽ ഈ ഗെയിം കളിച്ച് ജയിച്ചിരിക്കുന്നത് ഞാനാണ്. രമ്യ. And തോറ്റിരിക്കുന്നത് റെഡ് എന്നല്ല ബ്ലാക്ക് കാർപ്പറ്റ് വിളിക്കും. and തോറ്റിരിക്കുന്നത് നിഖിൽ. പക്ഷെ ഒരു ചെറിയ പോയിന്റ് വ്യത്യാസത്തിലായിരുന്നു. പോയിന്റ് വ്യത്യാസമൊന്നുമല്ല, കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ജയിച്ചത് ഞാനാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഒരു സമ്മാനം എടുത്തിട്ട് വരാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് പണിഷ്മെന്റ് എന്താണെന്ന് പറയാം.